നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ, വലിയ വയലന്റ് മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിഫ്റ്റിയുടെ തേർഡ് വീക്ക് എക്സ്പയറിയും കഴിഞ്ഞു. ഇന്ന് നിഫ്റ്റി ചെറിയൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയെങ്കിൽ കൂടിയും 129.7 പോയിന്റ് റേഞ്ചിൽ നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്തുള്ളൂ. മിക്ക സമയത്തും നിഫ്റ്റിയിൽ 24,750, 24,850 എന്നീ റേഞ്ചുകളുടെ ഇടയിൽ കൊണ്ടുള്ള ഒരു കൺസോളിഡേറ്റഡ് ട്രേഡിംഗ് ആണ് കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. സെൻസെക്സിലും ഇന്ന് ഒരു നാരോ റേഞ്ച് ട്രേഡിംഗ് ആണ് കണ്ടത്, 392.9 പോയിന്റിന്റെ. ബാങ്ക് നിഫ്റ്റിയിലും 467 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമേ ഇന്ന് കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. ഇന്ന് ബോർഡർ മാർക്കറ്റ്സ് ഒക്കെ ഹെവിലി ബ്ലീഡഡ് ആയി. റിയാലിറ്റിയും ഐടിയും PSU ബാങ്ക് ഒക്കെ ഇന്ന് ഫോൾ ആണ് രേഖപ്പെടുത്തിയത്. എങ്കിൽ കൂടിയും നമ്മുടെ മാർക്കറ്റിന് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുവാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിലവില് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ വാലുവേഷൻസ് ഒരു കൺസേൺ തന്നെയാണ്. അവരുടെ അഭിപ്രായ പ്രകാരം ഇപ്പോഴും നമ്മുടെ സ്റ്റോക്സ് ഒക്കെ ഓവർ വാല്യുവേഷനിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരു റാലി അല്ലെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു ഹ്യൂജ് മൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഏർണിങ്സിൽ കാണുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാകൂ എന്നൊരു അഭിപ്രായമാണ് എക്സ്പേർട്ടുകളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇന്ന് നിഫ്റ്റിയിലും സെൻസെക്സിലൊക്കെ ഒരു ചോപ്പി സെക്ഷനാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്ന് വളരെയേറെ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു എല്ലാ സെക്ടോറിയൽ ഇൻഡസ്ട്രീസിലും തന്നെ, പിന്നെ ബോർഡർ മാർക്കറ്റിലും ഉണ്ടായിരുന്നു. കാരണം ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതുപോലെ തന്നെ ഇന്നലെ FOMC മീറ്റിംഗിന്റെ ഭാഗമായി വന്ന ഡിസിഷൻസുമാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്തി. അതുകൂടാതെ ഫെഡ് ചെയർമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി ഇൻഫ്ലേഷൻ സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്ന്. ഇൻഫ്ലേഷന്റെ ഭീഷണിയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസുമാണ് ഇന്ന് മാർക്കറ്റുകളെ പുറകോട്ട് വലിക്കാൻ പ്രധാനമായിട്ട് കാരണമായത്. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ ഓട്ടോ സെക്ടർ ആയിരുന്നു ഇന്ന് നേട്ടം കൈവരിച്ചത്. തത്സമയം നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി മീഡിയ ഇൻഡസ്ട്രീസ് ഇന്ന് ഏറ്റവും മോശമായ ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നതായി കണ്ടത്. 2% അടുത്ത് ഇടിവ് രേഖപ്പെടുത്തുന്നതും കാണുവാൻ സാധിച്ചു. ഇന്ന് IT സെക്ടറും തലകീഴായി മറിഞ്ഞ് ഇടിയുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിച്ചത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് 100ഉം നിഫ്റ്റി സ്മോൾ ക്യാപ് 100ഉം 1.5% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. കാരണം വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം ഇപ്പോൾ നിക്ഷേപകര് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്നത് ലാർജ് ക്യാപ്പിലെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലാണ്. ഇത്രയൊക്കെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇരിക്കുന്നെങ്കിൽ കൂടിയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഇൻഫ്ലേഷന്റെ ഭീഷണിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആകുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന തരത്തിലാണ് നമ്മുടെ മാർക്കറ്റിന്റെ പോക്ക്. എങ്കിലും ഇന്ന് 14 എന്ന ലെവലിന് മുകളിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഇന്ത്യ വിക്സ് ഇടിഞ്ഞതിന്റെ ഫലമായി തന്നെ 2-3 ആഴ്ചയായി വീക്ക്ലി ഓപ്ഷൻസിന്റെ പ്രീമിയംസിലൊക്കെ പ്രീമിയം വളരെ കുറവാണ്. അതൊരു പരിധി വരെ റൈറ്റേഴ്സിന്റെ മാർജിനെ ബാധിക്കുന്നും ഉണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ്സുകൾ ഒന്ന് പരിശോധിക്കാം. US ഡോ ജോൺസ് ഫ്യൂച്ചർ 150-ലേറെ പോയിന്റുകൾ ഇടിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് 3ഉം FTSE, CSE, ഡാക്സ്, അതായത് UK, ജർമ്മൻ മാർക്കറ്റുകളൊക്കെ ഇടിവിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നൊരു ഭീകരമായ ഇടിവിലാണ് ഏഷ്യൻ മാർക്കറ്റ്സുകൾ ഒട്ടുമിക്കതും നിലനിൽക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഏകദേശം ഫ്ലാറ്റ് ആയി തന്നെ ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെ ഇടിവ് രേഖപ്പെടുത്തി. ഹോങ്കോങ് മാർക്കറ്റ് 2%-ലേറെ ഇടിവ് രേഖപ്പെടുത്തി. തായ്വാൻ മാർക്കറ്റ് 1.5%-ലേറെയും ചൈനീസ് മാർക്കറ്റ് 1%-ന്റെ അടുത്ത് ഇടിവുകൾ രേഖപ്പെടുത്തുകയുണ്ടായി. ആകെ സൗത്ത് കൊറിയയുടെ ഹോസ്പി മാത്രമാണ് 5 പോയിന്റ്, അതായത് 0.19% നേട്ടത്തോടു കൂടി ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ വ്യാപാരം അവസാനിപ്പിക്കും. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ ഒക്കെ പ്രൈസ് അതിശക്തമായിട്ട് കുതിച്ചു കയറുകയാണ്. ബ്രെന്റ് ക്രൂഡ് $70.80 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിൽ $75.63 പെർ ബാരൽ എന്ന നിലയിലുമാണ്. ഗോൾഡും മുകളിലേക്ക് കുതിച്ചു പോകുന്നുണ്ട്.
ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് നമുക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ ടെക്നോളജീസ് വോൾവോ കാർസ് തിരഞ്ഞെടുക്കുകയുണ്ടായി സ്ട്രാറ്റജിക് എഞ്ചിനീയറിംഗ് സപ്ലയർ ആയിട്ട്. ടാറ്റ ഇല്ലക്സായി ഇൻഫിനോൺ ടെക്നോളജീസുമായി ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. കട്ടിംഗ് എഡ്ജ് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്. ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഇന്ന് 11% റാലി സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. നിങ്ങളിൽ ആരുടെയും കയ്യിൽ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ കാണാം, ഒരു വർഷത്തിലേറെയായി സ്റ്റോക്ക് താഴേക്ക് ഇടിയുക തന്നെയായിരുന്നു. ഇന്നത്തെ റാലിക്ക് കാരണം കമ്പനിയുടെ ബോർഡ് 735 കോടി രൂപയുടെ ബാഡ് ലോൺസ് സെയിൽ ചെയ്തു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക്. ഇതിന്റെ ഫലമായാണ് ഇന്ന് സ്റ്റോക്കിൽ ഒരു റാലി കണ്ടത്. സൈഡസ് ലൈഫ് സയൻസ് കമ്പനിയുടെ അഹമ്മദാബാദ് ഓൺകോളജി ഇൻജെക്റ്റബിൾ പ്ലാന്റില് FDA ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. 2 ഒബ്സർവേഷൻ കിട്ടിയിട്ടുണ്ട്. മോണോലിതിഷ് ഇന്ത്യ ഇന്ന് സ്റ്റോക്ക് NSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തു. 62% പ്രീമിയത്തിന്റെ നേട്ടത്തോടു കൂടിയാണ് ലിസ്റ്റ് ചെയ്യുകയുണ്ടായത്. വോഡഫോൺ ഐഡിയ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് AST സ്പേസ് മൊബൈലുമായിട്ട് കമ്പനി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയുണ്ടായി. 2 കമ്പനികളും സംയുക്തമായിട്ട് സാറ്റലൈറ്റ് ബേസ്ഡ് കണക്ടിവിറ്റി ഇന്ത്യയിൽ ഡെലിവർ ചെയ്യുവാൻ വേണ്ടിയിട്ട്. MTAR ടെക്നോളജീസ് കമ്പനിക്ക് ഒരു 10 വർഷത്തെ സപ്ലൈ എഗ്രിമെന്റ് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയ വെതർഫോർഡ് പ്രൊഡക്ട്സ് കമ്പനിയിൽ നിന്നും ലഭിക്കുകയുണ്ടായി. വിപ് സ്റ്റോക്ക് അസംബ്ലീസും അതർ ക്രിട്ടിക്കൽ കോമ്പോണൻസും സപ്ലൈ ചെയ്യുവാനുള്ള ഓർഡറാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങൾ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.